റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ബ്രിട്ടൻ സർക്കാർ NHS മരുന്നുകൾക്കായി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് നൽകുന്ന തുക 25% വരെ വർദ്ധിപ്പിക്കുവാൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തോടും മരുന്ന് കമ്പനികളോടും നടത്തിയ ഉന്നതതല ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം കൈക്കൊള്ളുന്നത്. ഇപ്പോൾ പുതിയ മരുന്നുകൾ എത്ര ചെലവിൽ നല്ല ഫലപ്രാപ്തി നൽകുന്നു എന്നത് വിലയിരുത്തുവാനുള്ള മാനദണ്ഡം 1999 മുതൽ മാറ്റമില്ലാതെ തുടരുകയാണ്. ഇതിൽ 25% വർധനവ് പരിഗണിക്കപ്പെടുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതുവഴി പുതിയ മരുന്നുകൾ രോഗികൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാകും. ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ ഉപയോഗിച്ചിരുന്ന വയലിൻ ലേലത്തിൽ വിറ്റുപോയി. ഇംഗ്ലണ്ടിലെ ഗ്ലൂസ്റ്റർഷെയറിലെ സൗത്ത് സെർണിയിലുള്ള ഡൊമിനിക് വിൻഡർ ഓപ്ഷൻ ഹൗസിൽ നടന്ന ലേലത്തിലാണ് 1894 നിർമ്മിച്ച സുൻഡ്രർ വയലിൻ 8.6 ലക്ഷം പൗണ്ട് വിലയ്ക്ക് വിറ്റത്. ഇന്ത്യൻ രൂപയിൽ ഇത് ഏകദേശം 9 കോടിയാണ്. തുടക്കത്തിൽ ഈ വയലിന് പൗണ്ട് 3 ലക്ഷം വരെ വില ലഭിക്കുമായിരുന്നു എന്നാണ് വിലയിരുത്തുന്നത്. എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ 3 മടങ്ങ് വിലയാണ് ലഭിച്ചത്. കമ്മീഷൻ ഉൾപ്പെടുത്തി നോക്കുമ്പോൾ ആകെ വില 1 കോടി പൗണ്ടിൽ കൂടുതലായിരിക്കും. ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ UK വിസ നയത്തിൽ ഇന്ത്യക്കായി ഇളവുകൾ ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കി. വിസകളല്ല പ്രധാന വിഷയമെന്നും വ്യാപാരവും നിക്ഷേപവും തൊഴിലവസരങ്ങളും വളർത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാപാരവും സാംസ്കാരിക ബന്ധങ്ങളും ശക്തിപ്പെടുത്തുവാനുള്ള ലക്ഷ്യത്തോടെ 100-ലധികം വ്യവസായ, വിദ്യാഭ്യാസ, സാംസ്കാരിക പ്രതിനിധികളെ കൂടെ കൂട്ടിയാണ് അദ്ദേഹം മുംബൈയിൽ എത്തിയിരിക്കുന്നത്. ജൂലൈയിൽ ഒപ്പുവെച്ച UK ഇന്ത്യ വ്യാപാര ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷ് കാറുകളും വിസ്കിയും ഇന്ത്യയിൽ വിലക്കുറഞ്ഞ് ലഭിക്കുമ്പോൾ ഇന്ത്യൻ ആഭരണങ്ങളും വസ്ത്രങ്ങളും UKയിലേക്ക് കുറഞ്ഞ കസ്റ്റംസ് നിരക്കിൽ കയറ്റുമതി ചെയ്യുവാനും 3 വർഷത്തേക്ക് ഇന്ത്യൻ തൊഴിലാളികൾക്ക് UKയിലെ സാമൂഹ്യ സുരക്ഷാ നികുതിയിൽ ഇളവുകളും ഉടമ്പടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നാട്ടിലെ വാർത്തകൾ. കേരളത്തിൽ ദേശീയപാതയുടെ പണി പൂർത്തിയായ സ്ട്രെച്ചിന്റെ ഉദ്ഘാടനം ജനുവരിയിൽ നടക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിലയിടത്ത് കരാറുകാരുടെ അനാസ്ഥയുണ്ടായത് കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികളുടെ എണ്ണം പലയിടത്തും കുറവായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ വർദ്ധിച്ച് 3 ഇരട്ടിയാക്കിയിട്ടുണ്ട്. കരാറുകാരുടെ അനാസ്ഥ കാരണമാണ് തീരുമാനം വൈകിയത്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ BJP കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ട്രേറ്റ് മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി. ശബരിമലയിൽ നടന്ന കൊള്ളയും സ്വർണ്ണക്കവർച്ചയും CBI അന്വേഷിക്കുക, ദേവസ്വം മന്ത്രി രാജിവെക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച്. സംസ്ഥാന ഉപാധ്യക്ഷൻ V ഉണ്ണികൃഷ്ണൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഗാസയിൽ ബന്ദികളാക്കിയവരെ തിരികെ കൊണ്ടുവരുന്നതിലും ഇസ്രായേൽ സൈന്യത്തെ ഘട്ടം ഘട്ടമായി പിൻവലിക്കുന്നതിനുമുള്ള ഗാസ സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ രൂപം കൊണ്ട കരാർ നടപ്പാക്കുമെന്ന് നെതന്യാഹു ഇന്ന് രാവിലെ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മോദി കരാറിനുള്ള പിന്തുണ അറിയിച്ചത്. ബെന്യാമിനെ നെതന്യാഹുവിന്റെ ശക്തമായ നേതൃത്വത്തെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും യുദ്ധം മൂലം തകർന്ന ഗാസ മുനമ്പിൽ ശാശ്വത സമാധാനത്തിന് കരാർ വഴിയൊരുക്കുമെന്നും മോദി പറഞ്ഞു. ഇനി കായിക വാർത്തകൾ. പുരുഷ T20 ക്രിക്കറ്റിലെ മികച്ച ബാറ്റർക്കുള്ള സിയറ്റ് ക്രിക്കറ്റ് റേറ്റിംഗ് അവാർഡ് സഞ്ജു സാംസന് സമ്മാനിച്ചു. വരുൺ ചക്രവർത്തിയാണ് മികച്ച T20 ബോളർ. വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരം ബ്രയൻ ലാറയ്ക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരവും സമ്മാനിച്ചു. തല തകർന്നിട്ടും വാലിൽ കുത്തിയെഴുന്നേറ്റ് തിരിച്ചടിച്ച ഓസ്ട്രേലിയൻ വനിതകൾക്ക് പാകിസ്ഥാനെതിരെ ത്രസിപ്പിക്കുന്ന വിജയം. വനിതാ ഏകദിന ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ പാകിസ്ഥാനെ കീഴടക്കിയത് 107 റൺസിന്. ആദ്യം ബാറ്റ് ചെയ്ത 7 വിക്കറ്റ് നഷ്ടത്തിൽ 76 റൺസ് എന്ന നിലയിൽ പതറിയ ഓസ്ട്രേലിയ സീനിയർ താരം ബെത്ത് മൂണിയുടെ സെഞ്ചുറിക്കരുത്തിൽ 271 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാനെ 114 റൺസിൽ ഓൾ ഔട്ടാക്കിയ ബോളർമാരാണ് ഓസീസിന്റെ വിജയത്തിന്റെ മാർജിൻ ഉയർത്തിയത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 118.76 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.